ഇത് മനസ്സിലാക്കാതെയാണ് മുനമ്പത്തെ വഖഫ് 404 ഏക്കർ. നിങ്ങൾക്കറിയാമോ, മുനമ്പം വഖഫാണില്ലെന്ന് കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്തോ മുസ്ലിമീങ്ങൾ ആരുടെയോ കയ്യേറിയ മട്ടിലാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞാൽ എന്തായിരുന്നു മുനമ്പം വഖഫിന്റെ പിന്നിലുള്ള ചർച്ച? ഇപ്പൊ പല ആളുകളും മുനമ്പം വഖഫ് തന്നെയാണോ അതല്ലേ എന്നുള്ള നിലയിൽ സമുദായത്തിന്റെ പുറത്തു മാത്രമല്ല അകത്തുള്ളവർ പോലും അത് വഖഫല്ലെന്ന് സ്ഥാപിക്കാൻ ബന്ധപ്പെടുന്ന വളരെ ഗതികെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുനമ്പം വഖഫല്ല എന്ന് പറയാൻ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ ഭൂമി കൊടുക്കാൻ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഇൽമിന് വേണ്ടി ചെയ്യുന്ന സംഭാവനകള് ഏറ്റവും വലിയ ദാനമാണ്, പരലോകത്തിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആ സത്താർ സിദ്ദീഖ് സേട്ടെ എന്ന് പറയുന്ന മനുഷ്യൻ പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പാലക്കാട് താലൂക്ക് വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് തടിക്കച്ചവട 66 വയസ്സായ ഖാൻ ബഹദൂർ PK ഉണ്ണിക്കമ്മു സാഹിബ് അവരുടെ പേരിൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ടുക്ക് എഴുതി കൊടുത്ത വഖഫ് ആധാരമാണത്. അത് വഖഫല്ലെന്നാ പറയാം, വഖഫ് ആധാരമെന്ന്. എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ ഇത് ആധാരം 4 തരമുണ്ട്. ഈ 4 തരം ആധാരങ്ങളിൽ ഇത് ഏതാണ് പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ വഖഫ് ആധാരം എന്ന് എഴുതി കൊടുത്തിട്ട് ബാക്കി 3നും ടിക്ക് ചെയ്ത് ബാധകമല്ല 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 എന്ന് എഴുതി കൊടുത്തത് അതിന്റെ രേഖ ഇവിടെ ഇരിക്കുക. വഖഫല്ലാതെ വേറൊന്നുമല്ലത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ച് ഞാൻ കൈവശം വെച്ചും ദേഹണ്ണാദികൾ ചെയ്ത് അനുഭവിച്ചു വരുന്നതുമായ വസ്തുക്കളിൽ താഴെ വിവരം പറയുന്നതും 1 ലക്ഷം രൂപ വിലയുള്ളതുമായ 404 ഏക്കർ 74 സെന്റ്. 1 ലക്ഷം രൂപയാണ് വില. 1 ലക്ഷം രൂപ 404 ഏക്കറിന് കിട്ടുന്ന വില അന്ന് ഭൂമിക്ക് അത്രേ വിലയുള്ളൂ. പക്ഷേ അത്രേ വിലയുള്ളെന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഏക്കർ എന്തിനെന്നറിയോ? ഫാറൂഖ് കോളേജ്, റൗദത്തുൽ ഉലൂം അറബിക് കോളേജ് എന്ന് പറയുന്ന അറബിക് കോളേജിന്റെ അനുബന്ധമായിട്ടാണ് ഫാറൂഖ് കോളേജ് വരുന്നത്. കാരണം അറബിക് കോളേജിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു അനുബന്ധമായിട്ട് അത് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ട് അങ്ങനെ ആ നിലയിൽ വഖഫ് ചെയ്തതാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി അവിടെ ഒരു കോളേജ് നടത്തണമെങ്കിൽ 5 ലക്ഷം രൂപ ഈട് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ സീതി സാഹിബിന്റെയും മറ്റും നേതൃത്വത്തിൽ 4 ലക്ഷം വരെ സമാഹരിച്ചു. 4 ലക്ഷം സമാഹരിക്കണമെങ്കിൽ 4 × 400 1600 ഏക്കറിന്റെ പണം കണ്ടെത്തണം. അതവർ കണ്ടെത്തി. പക്ഷെ 5 ലക്ഷം ആകുന്നില്ല. അങ്ങനെ സിദ്ദീഖ് സേട്ടിനെ സമീപിച്ചപ്പോ ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസം, മുസ്ലിമീങ്ങൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസം അല്ല, ആ കോളേജ് അവിടെ വരാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വിലമതിക്കുന്ന 404 ഏക്കർ അദ്ദേഹം എഴുതി കൊടുത്ത ആധാരമാണ്. എന്നിട്ട് അദ്ദേഹം പ്രതിഫലം പ്രതീക്ഷിച്ചത് ശുദ്ധ വഖഫാണെന്ന് ആവർത്തിച്ചു പറയുന്നു. ഇതിലെ 404 ഏക്കർ 76 സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹണ്ഡങ്ങളും കൂടി ഈ കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള പ്രതീക്ഷയാൽ ഇസ്ലാമിക ആദർശപ്രകാരം നടത്തിയില്ല. ആ കോളേജ് മാനേജ്മെന്റ് ഇത് വഖഫല്ലെന്ന് പറയാ. കള്ളന്മാർ അള്ളാഹുവിന്റെ ആ വഖഫ് ചെയ്ത നല്ലവരായ കാർന്നവന്മാരുടെ ഖബറിൽ തീ കോരിയിടുന്ന ഇത്തരത്തിലുള്ള വഖഫിന്റെ മുത്തവല്ലിമാർ, പിൻഗാമികൾ, വഖഫിന്റെ അനന്തരാവകാശികൾ, അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുഷ്ടന്മാർ. സ്വന്തം പിതാക്കന്മാരുടെ ഖബർ മാന്തുന്നവരാണ് അവർ. അള്ളാഹു അത്തരക്കാരിൽ നിന്ന്, അത്തരം മക്കളിൽ നമ്മളെ കാക്കട്ടെ. അവര് യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്ന വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി എന്ന് പറഞ്ഞാൽ ഹദീസിൽ പറഞ്ഞതുപോലെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആത്മശാന്തിക്കായി. ഇത് ഈ പറയുന്ന വാചകങ്ങൾ വായിച്ചിട്ടും ഇത് വഖഫല്ലെന്ന് പറയുന്നവന് ഈമാനുണ്ടോ? അത് ആരും ആകട്ടെ, അവൻ ഈമാനുണ്ടോ? മുസ്ലിമാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കേട്ടോളൂ. അത് കഴിഞ്ഞിട്ട് താഴെ പറയുന്ന വഖഫുകളോട് എനിക്കുള്ള സകലാവകാശങ്ങൾ ഒഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ഇനി ഒരവകാശമില്ല. പിന്നെ അയാളുടെ മക്കൾക്കെന്നെ അവകാശം കിട്ടണേ? സകല അവകാശങ്ങൾ ഞാൻ ഒഴിഞ്ഞു എന്ന് പറഞ്ഞ പിന്നെ അനന്തരാവകാശികൾക്ക് അത് വിൽക്കാൻ പറ്റുമോ? ക്രയവിക്രയം നടത്താൻ പറ്റുമോ? വഖഫായി ഞാൻ കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതല്ലാത്ത യാതൊരു കാര്യത്തിനും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ബാർ നടത്താൻ കൊടുക്കാൻ പാടില്ല, റിസോർട്ട് നടത്താൻ കൊടുക്കാൻ പാടില്ല. പച്ചയായി എഴുതി വെച്ച ഈ രേഖകൾ ഉണ്ടായിരിക്കെ, ഈ രേഖകളെ ആധാരമാക്കി ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കെ ഈ സാധനം വഖഫല്ലെന്ന് പറയുന്ന പുറം ശക്തികളെ നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് സത്യവും നീതിയൊന്നുമില്ല. പക്ഷെ സമുദായത്തിന്റെ ഉള്ളിലുള്ളവർ പോലും ഇത് പറയുന്നെങ്കിൽ അവർക്ക് ഈമാനിന്റെ കണിക പോലുമില്ല എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് പറയുന്നവരാ, അവർ കാണാതെ പറയുന്നവരല്ല, കണ്ടിട്ടും പറയുകയാ. അപ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വഖഫ് എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ. ആ ഫാറൂഖ് കോളേജ് വഖഫ് ചെയ്തപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കോളേജിന്റെ പ്രയോജനം ആർക്കാ കിട്ടിയത്? ഇന്നിപ്പോ മുസ്ലിമീങ്ങളുടേത് മാത്രം എന്തോ എന്ന് പറഞ്ഞ് ചില ആളുകൾ അതിന് നേരെ അവകാശം പറഞ്ഞു വരുമ്പോ
അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ആ പരിസരവാസികൾ അധികവും മുസ്ലിങ്ങളായി പോയത് കൊണ്ട് അധികം വിദ്യാർത്ഥികൾ മുസ്ലിങ്ങളായിരിക്കാം. ധാരാളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ കോളേജിൽ നിന്ന് പഠിച്ച് ബിരുദം നേടിയില്ലേ, ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തിപ്പറ്റില്ലേ, എല്ലാവർക്കും ഉപകാരപ്പെട്ടില്ലേ? എയ്ഡഡ് കോളേജായ ആ കോളേജിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം പറ്റി എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ അധ്യാപകന്മാരുണ്ട്, അധ്യാപികമാരുണ്ട്. അവർക്കതിന്റെ ഗുണം കിട്ടിയില്ലേ? വഖഫ് ഭൂമിയിൽ നിന്ന് ഇത്തരം ഉപകാരങ്ങൾ കൂടി കിട്ടുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ വഖഫിനെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി വഖഫിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഈ വഖഫ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, കാശ് 10 കാശ് ഇങ്ങോട്ട് കിട്ടാത്തത്, കാരണവന്മാർ ഒന്നും കിട്ടാതെ കൊടുത്തത് അത് മര്യാദയ്ക്ക് നോക്കി നടത്തണമെങ്കിൽ ഞാൻ പോലും ഞങ്ങൾക്ക് മനസ്സില്ല. കാശ് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമേ നോക്കി നടത്തുള്ളൂ. എന്താ വഖഫ് അന്യാധീനപ്പെട്ടു പോകാൻ കാരണം? വഖഫ് അന്യാധീനപ്പെട്ടു പോകാൻ കാരണം മറ്റൊന്നുമല്ല, റൗളത്തുൽ ഉലൂമിന് വഖഫ് സ്വത്ത് നൽകുമ്പോൾ അത് സാധുവാകും. കാരണം അതൊരു ദീനീ സ്ഥാപനമാണെന്ന ധാരണയുടെ പേരിൽ അത് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എഴുതുകയാണ്, ഇങ്ങനെ നൽകപ്പെട്ട സ്വത്തിനെ ആശ്രയിക്കാതെ തന്നെ സ്വയം നിലനിൽക്കാൻ കഴിയുന്ന വിധാനത്തിലേക്ക് പിന്നീട് ഈ സ്ഥാപനങ്ങൾ മാറുമ്പോൾ നിത്യനിദാന ചെലവുകൾ, ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും കോളേജ് മാനേജ്മെന്റ് നോക്കേണ്ടതില്ലാത്ത വിധം ഗവൺമെന്റ് സഹായം ലഭ്യമാക്കിയപ്പോൾ തൽഫലമായി സ്ഥാപന നടത്തിപ്പിലേക്കായി ഉദാരമതികൾ നൽകിയിട്ടുള്ള വഖഫ് മുതലുകളുടെ ആദായങ്ങളിലേക്കോ ഭൂമിയുടെ പരിപാലനത്തിലേക്കോ നോക്കേണ്ടതോ ശ്രദ്ധിക്കേണ്ടതോ ഇല്ലാത്ത സാഹചര്യം പിന്നീട് മുത്തവല്ലിമാർക്ക് വന്നു. അങ്ങനെ അവർ കണ്ണടച്ചത് കൊണ്ടാണ് ഈ വഖഫുകളെല്ലാം നഷ്ടപ്പെട്ടതെന്ന്. നമ്മുടെ പള്ളികളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വഖഫ് നോക്കി നടത്തിയാൽ പള്ളികൾക്ക് 10 ഏക്കറുണ്ട്, 5 ഏക്കറുണ്ട്, 3 ഏക്കറുണ്ട്. പള്ളിയുടെയും മദ്രസയുടെയും ആവശ്യം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നല്ലൊരു ദീനീ സ്ഥാപനം, നല്ലൊരു വിദ്യാലയം, 2 വിദ്യാഭ്യാസവും ഒന്നിച്ചു നൽകുന്ന ഈ ഹാഫിളുകൾക്ക് അവരെല്ലാ ഉന്നത വിദ്യാഭ്യാസവും നേടി അവർ ഈ ലോകത്ത് ഖുർആൻ പഠിച്ച മഹാപണ്ഡിതന്മാരായി ലോകത്ത് അല്ലാഹുവിന്റെ ദീൻ പ്രചാരണം നൽകുന്നവരായി മാറുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ആ വഖഫിനെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പള്ളി മാനേജ്മെന്റുകളിൽ എത്ര പേർക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് വഖഫിന്റെ ഭേദഗതി ഇപ്പൊ പെട്ടെന്നൊന്നും നടക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ആരാന്റെ ഊരെ ചാരി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആക്കി പടച്ചോ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ ഒന്നും 3/2 ഭൂരിപക്ഷം വേണം ഭേദഗതി നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കാൻ സാധ്യതയില്ല. ഇനി നടപ്പാകട്ടെ, നടപ്പാകാതിരിക്കട്ടെ, നമ്മുടെ കൈവശമുള്ള വഖഫുകളെ അല്ലാഹുവും അവന്റെ റസൂലും ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ ജനോപകാരപ്രദമാക്കേണ്ടതിനെ ജനോപകാരപ്രദമാക്കിയും സമുദായത്തിന് ഉപകാരപ്രദമാകേണ്ടതിനെ അങ്ങനെയും വൈജ്ഞാനിക മേഖലയ്ക്ക് ഉപകാരപ്പെടേണ്ടതിനെ അങ്ങനെയും ഉപകാരപ്പെടുത്തി. ഞാനും ബഹുമാനപ്പെട്ട ഉസ്താദുമായി ദാരിമി ഉസ്താദായിട്ട് സംസാരിക്കുകയായിരുന്നു. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇന്ന് വാഫി വഫിയ കോഴ്സുകളുടെ പേരിൽ 2 വിദ്യാഭ്യാസവും നേടി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ലോകോത്തര നിലവാരത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. അതിനു വേണ്ടിയിട്ട് 2-3 ഏക്കർ വഖഫ് ഭൂമികൾ അവർ കണ്ടെത്താൻ വേണ്ടി എത്ര കോടികളാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ പള്ളികൾക്ക് വഖഫില്ലേ? നമ്മുടെ മക്കൾക്ക്, ആൺമക്കൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ആണിനും പെണ്ണിനും ദീനും ദുനിയാവും ചേരുന്ന വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി ബിരുദത്തോടൊപ്പം തന്നെ ഞാൻ പറയുകയായിരുന്നു, 3-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മിഷ്കാത്തിന്റെ ഷറഹായ മിഷ്കാത്ത് ഷെരീഫ് മിർക്കാത്ത് മേടിച്ചേരണമെന്ന് എൻ്റെ മോൾ എന്നോട് 11 വാള്യമുള്ള കിതാബ് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിക്ക് എന്തിനാ പഠിച്ചോനെന്ന് ഞാൻ ആലോചിച്ചു. മേടിച്ചു കൊടുത്തപ്പോൾ അവളത് മനോഹരമായി വായിച്ചിട്ട് പ്രൊജക്ട് തയ്യാറാക്കുക. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അത്തരത്തിൽ മിഷ്കാത്ത് ഷെരീഫിന്റെ ഷറഹ് വായിച്ച് മനസ്സിലാക്കി അതിന്റെ പ്രൊജക്ട് തയ്യാറാക്കാൻ കഴിയുന്ന വിധത്തിൽ, പെൺകുട്ടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ വിദ്യാഭ്യാസം രണ്ടും കൂടി സമന്വയിക്കുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാൽ ഈ തലമുറയെ ഈ വഴികേടിലേക്കും മൃഗീയതയിലേക്കും വഴിമാറ്റിക്കൊണ്ടുപോയി നാം ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന കുടുംബ സന്തോഷവും മനുഷ്യത്വത്തിന്റെ ഊഷ്മളമായ അനുഭൂതികളും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് കഴിയുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് വഖഫിനെ സൂക്ഷിക്കുക. മദ്രസകൾക്ക് നേരെ കുറെ കാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രചരണങ്ങളുണ്ട്. മദ്രസ എന്ന് പറഞ്ഞാൽ വെറും ഒന്നുമില്ലാത്ത സാധനങ്ങളാണെന്നാ. പക്ഷെ മദ്രസകൾ ഇന്നലകളിലും ഇന്നുമെല്ലാം മദ്രസകൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ വിദ്യാഭ്യാസങ്ങളും നൽകി വന്നിരുന്ന പൊതുസ്ഥാപനങ്ങളാണ് മദ്രസകൾ. ഇന്ന് മദ്രസകളെ വെറും ഒന്നും അറിയാത്ത, ലോകം തിരിയാത്ത ആളുകൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥാപനമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി വിച്ച് ഫേമസ് പേഴ്സൺസ് സ്റ്റഡീഡ് ഇൻ മദ്രസ എന്നടിച്ചപ്പോൾ കിട്ടിയത് ഇറ്റ് വാസ് വൈഡ്ലി ബിലീവ്ഡ് ദാറ്റ് രാജാറാം മോഹൻ റോയ് ഹാഡ് സ്റ്റഡീഡ് അറ്റ് ദി മദ്രസ ആലിയ ഇൻ ബംഗാൾ. ബംഗാളിലെ മദ്രസ ആലിയയിലാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകൻ മദ്രസയുടെ സന്താനമാ. അദ്ദേഹം അറബി പഠിച്ചിരുന്നു. അദ്ദേഹം ഇസ്ലാമിക വിജ്ഞാനങ്ങളെല്ലാം
പണ്ഡിതന്മാരുടെ അകമ്പടി ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, ഹി സ്റ്റഡീഡ് ദി വർക്ക്സ് ഓഫ് മെഡിവൽ സൂഫീസ്, മധ്യകാല സൂഫികളുടെയും ആൻഡ് അറബിക് ട്രാൻസ്ലേഷൻസ് ഓഫ് അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ പോലുള്ള തത്വചിന്തകന്മാരുടെയും ആ ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷനുകളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ആ മനുഷ്യൻ മദ്രസയിൽ നിന്ന് ഞാൻ പിന്നെയും കണ്ടു. ആരാണതിൽ പഠിച്ചത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രസിഡന്റ്. മുൻഷി പ്രേംചന്ദ്. ഇങ്ങനെയുള്ള അന്യമതസ്ഥർ പോലും വിദ്യ ആർജിച്ച് വളർന്ന മദ്രസകൾ, ഉത്തരേന്ത്യയിലുള്ള മദ്രസകളുടെ പ്രാധാന്യം അതാണ്. ആ സ്ഥാപനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിക്കാൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഞങ്ങളൊക്കെ ഉപരിപഠനത്തിന് പോയ ദാറുൽ ഉലൂം ദൈബന്ദ്, ഗാന്ധിജി വന്നിരുന്ന മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലിമാരോടൊപ്പം, മഹ്മൂദുൽ ഹസൻ ദൈബന്ദിയോടൊപ്പം, ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹിയോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ച ദാറുൽ ഉലൂം ദൈബന്ദ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനം, അത് ലോകത്ത് പഠിപ്പിക്കാത്ത വിജ്ഞാന ശാഖകളൊന്നുമില്ല. സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. സയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. ഈ മദ്രസയുടെ സന്താനങ്ങളായി പള്ളികൾക്കൊക്കെ ഖിബ്ല നിർണയിച്ചത്. ഇന്നിപ്പോ കോമ്പസുകളൊക്കെ വന്ന് വടക്ക് നോക്കി യന്ത്രങ്ങളൊക്കെ വന്നപ്പോ നമ്മുടെ പള്ളികളിൽ ഖിബ്ല നോക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ അങ്ങനെ നോക്കി വെച്ച ഖിബ്ലകൾ പലതും തെറ്റിപ്പോയെന്നാ കാണുന്നത്. പക്ഷേ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ പള്ളികൾ ആരംഭിച്ച അക്കാലം മുതൽ ഒരു കോമ്പസും ഇല്ലാതെ കൃത്യമായി 4000, എന്റെ തൊടുപുഴയിൽ നിന്ന് 4100 ചില്ലുവാനം കിലോമീറ്റർ അകലെയുള്ള പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് മുഖം തിരിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ പള്ളിയുടെ ഖിബ്ലകൾ നിർണ്ണയിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് മദ്രസയിൽ പഠിച്ചവർക്ക് പറ്റുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഉസ്താദായിരുന്ന ചേലക്കൾ ഉസ്താദാണ് എന്റെ പള്ളിക്ക് ഖിബ്ല നിർണ്ണയിച്ചത്. ഒരു കോമ്പസ് കൊണ്ടുവന്നിട്ട് അത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ അത് സാധ്യമായി? നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന്റെ അതേ ദിശയിൽ ഇവിടത്തെ സിവിൽ സ്റ്റേഷൻ പണിയണമെന്ന് പറഞ്ഞാൽ ഇന്നൊരു എഞ്ചിനീയർക്കും സാധിക്കില്ല. ഏരിയൽ സർവേ നടത്തി ഏതെങ്കിലും ദിശയിലൂടെ കണ്ടെത്തണം. ഇവിടെ ഇരുന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ ദിശയിൽ സിവിൽ സ്റ്റേഷൻ പണിയാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറും ഇന്നുമില്ല. അപ്പോഴാണ് 4000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള കഅബയുടെ ദിശയിൽ ദിശ തെറ്റാതെ കേരളത്തിലെ മുഴുവൻ പള്ളികളെയും പണിത. ഞാൻ പറഞ്ഞത്, ഈ ശാസ്ത്രവും ഈ പണ്ഡിതന്മാർക്ക്, ഈ മദ്രസയുടെ സന്താനങ്ങൾക്ക് സംസിദ്ധമായിരുന്നു. അത്രയും അതിമഹത്തായ ഈ മദ്രസകളെ അതിലൂടെ പഠിച്ച് വളർന്നു വരുന്ന സംസ്കാരത്തെ ഭയപ്പെടുന്നവർ ഇന്ന് തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വെറുതെ ബഹളം വയ്ക്കണ്ട. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. നമ്മൾ നമ്മുടെ വഖഫുകൾ മദ്രസകളിലൂടെ സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ മദ്രസകളും പള്ളികളും വഖഫുകൾ, അതിന്റെ വഖഫുകളെ നമ്മൾ സംരക്ഷിക്കുക. വഖഫിനോട് നാം നീതി പുലർത്തുക. വഖഫിനെ അന്യാധീനപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി ചിലപ്പോ വഖഫിന്റെ ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് പോലുള്ള അനന്തരാവകാശികൾ വഖഫ് ഞങ്ങളുടെ ഉപ്പ കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് പറയാൻ പോലും അവർക്ക് അവകാശമില്ല. അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. അവകാശികൾ പറയുന്നത് അത് വഖഫ് തന്നെയാണെന്നാണ്. സ്വന്തം മക്കൾ പോലും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും സ്വന്തവും ബന്ധവും പറഞ്ഞുകൊണ്ട് വഖഫിന്റെ ഭൂമിയിൽ ഒരു ഇഞ്ച് കൈവയ്ക്കുന്നവന് സത്യത്തിൽ സ്വന്തം പിതാക്കന്മാരോട് കാണിക്കുന്ന പരലോക ദ്രോഹം എന്നതിനപ്പുറത്ത് അത്തരത്തിൽ ജാഗ്രതയും സൂക്ഷ്മതയും പാലിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വഖഫിനെ സംരക്ഷിച്ച് അള്ളാഹുവിൽ ഭയം തേടിയാൽ നമ്മുടെ മദ്രസകളും നമ്മുടെ പള്ളികളുമൊക്കെ നിറഞ്ഞു പരിലസിക്കും. ഈ ലോകത്തിന് മുഴുവൻ ഉപകാരം ചെയ്യുന്ന ലോകോത്തരമായ നിത്യസ്മാരകങ്ങളായി ഇത് നിലനിൽക്കും. ഒരു ഭരണകൂടത്തിനും ഇതിൽ കൈവയ്ക്കാൻ, ഇതിനെ തകർക്കാൻ കഴിയില്ല. നാം നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിച്ചാൽ, കൈവിട്ട് പോയതിനെ കുറിച്ച് നിലവിളിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, കയ്യിലുള്ളത് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് ഫലപ്രദമായ നിലയിൽ നമുക്ക് അല്ലാഹു തആല അതിനുവേണ്ടി തന്നിരിക്കുന്ന സുവർണാവസരമാണ് യഥാർത്ഥത്തിൽ ഈ മദ്രസകൾ, ഈ പള്ളികൾ. ഇവിടെ നമുക്ക് പഠനത്തിന് അവസരം തേടി വരുന്ന ചിത്രശലഭങ്ങളെ പോലെ പാറി വരുന്ന ഖുർആന്റെ പഠിതാക്കളായ നമ്മുടെ മക്കൾ, അവരൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് അവസരം തരുമെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അത് പ്രചാരം നൽകാനും ഞങ്ങളുണ്ട് വരും തലമുറകൾക്ക് വേണ്ടി എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് നമ്മളെ തേടിയെത്തുമ്പോൾ നമ്മൾ അവർക്ക് അവസരം ഒരുക്കി നൽകിയാൽ അത് നമുക്ക് ദുനിയാവിനും ആഖിറത്തിനും നാം ചെയ്യുന്ന ഏറ്റവും വലിയ നിധി ശേഖരമായിരിക്കും എന്ന് നാം തിരിച്ചറിയുക. റബ്ബ് തആല ഇവിടെ നടക്കുന്ന മഹത്തായ ഈ സ്ഥാപനത്തെ ഉത്തരോത്തരം വളർത്തുകയും ഈ സംരംഭത്തോട് ചേർന്ന് നിന്ന് അറിവിന്റെ സീമകളെ, ചക്രവാള സീമകളെ വലുതാക്കി ലോകോത്തരന്മാരായ പൗരന്മാരെ ഉൽപ്പാദിപ്പിച്ച് മനുഷ്യത്വത്തിന്റെ
മാനുഫാക്ചറർമാരായി, അതിന്റെ ഹ്യൂമൻ എഞ്ചിനീയർമാരായി ഈ ലോകത്ത് വിരാജിക്കുന്നവരെ ഉൽപ്പാദിപ്പിച്ചിട്ടിട്ടാണ് റബ്ബേ ഞാൻ മടങ്ങി വന്നതെന്ന് റബ്ബിനോട് പറയാൻ കഴിയുമാറ് ഈ സംരംഭത്തിൽ പങ്കുചേരുകയും ഇതിന്റെ സാമ്പത്തിക പരാധീനതകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് അനുഭവിക്കാൻ ഇതിന്റെ നടത്തിപ്പുകാരെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ വിരൽ കടിക്കേണ്ടി വരുമെന്നത് ഒരു സത്യമാണ്. അല്ലാഹു അത് വരുത്താതിരിക്കുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സുഹൃതങ്ങൾ ഇഹത്തിലും പരത്തിലും അനുഭവിക്കാൻ റബ്ബ് തആല നമുക്കെല്ലാം ഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്ലാഹു ഈ മഹത്തായ മജ്ലിസിൽ വരാൻ അവസരം സമ്മാനിച്ച ഇതിന്റെ ബഹുമാനപ്പെട്ട ഉലമാക്കളെ ഞാൻ അനുമോദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് അല്ലാഹു നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ വിലയറിയുക, ഇതില്ലാത്തതിന്റെ ദുരന്തം, അതില്ലാത്ത ലോകങ്ങൾ അനുഭവിക്കുന്നത് എങ്ങനെയെന്നും നാം തിരിച്ചറിയുക. അതുകൊണ്ട് കണ്ണുള്ളപ്പോൾ കാഴ്ചയറിയില്ല, കണ്ണിന്റെ കാഴ്ചയുടെ വിലയറിയില്ലെന്ന പോലെ ഇതുള്ളപ്പോൾ നമ്മൾ അറിയില്ല, ഇതില്ലാതാകുമ്പോൾ മാത്രമേ ഇതുണ്ടായിരുന്നെങ്കിൽ എന്ന് നാം ഓർക്കുകയുള്ളൂ. അതുകൊണ്ട് അത് നഷ്ടമാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതിനെ നിലനിർത്തുക എന്ന വലിയ ദൗത്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായി ചുമലുകളിൽ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഈ മഹത്തായ സംരംഭത്തെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ, വളർത്തട്ടെ, വലുതാക്കട്ടെ. ലോകോത്തര പണ്ഡിതന്മാരെ വാർത്തുവിടുന്ന ഒരു മഹത്തായ സംരംഭമായി ഇതിനെ അല്ലാഹു ഉയർത്തുമാറാകട്ടെ എന്ന ദുആയോടെ അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.